ലോക്സഭയിൽ തമിഴ്നാട് എംപിമാരെ കുറിച്ചുള്ള കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ പരാമർശത്തിന് മറുപടിയുമായി ഉദയനിധി സ്റ്റാലിൻ. അപരിഷ്കൃതരായ എംപിമാർ എന്നും വിദ്യാർത്ഥികളുടെ ഭാവി തകർക്കുകയാണെന്നാണ് ഉദയനിധി കടുത്ത ഭാഷയിൽ പ്രതികരിച്ചത്. ഇതിലാണ് പ്രധാനെതിരെ വിമർശനവുമായി ഉദയനിധി സ്റ്റാലിൻ രംഗത്ത് വന്നിരിക്കുന്നത്. തമിഴ്നാടിന്റെ ഭാഷ കൊണ്ട് കളിക്കുക എന്നാൽ തീ കൊണ്ട് കളിക്കുന്നത് പോലെയാണെന്നാണ് ഉദയനിധി ചൂണ്ടിക്കാട്ടിയത്. സംസ്ഥാനത്തെ സ്കൂൾ കുട്ടികൾക്കുള്ള ഫണ്ട് അനുവദിക്കണമെന്നും അദ്ദേഹം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സമൂഹ മാധ്യമ പോസ്റ്റിലൂടെയായിരുന്നു തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണം. നമ്മുടെ സ്കൂൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള ഫണ്ട് കേന്ദ്ര സർക്കാർ ഉടൻ അനുവദിക്കണം. തമിഴ്നാടിന്റെ ഭാഷയുമായും വിദ്യാഭ്യാസവുമായും അവകാശങ്ങളുമായും കളിക്കുന്നത് തീ കൊണ്ട് കളിക്കുന്നതിന് തുല്യമാണെന്നായിരുന്നു ഉദയനിധി പറഞ്ഞത്. ഇതിനുശേഷമാണ് ധർമ്മേന്ദ്ര പ്രധാൻ സഭയിൽ നടത്തിയ പരാമർശങ്ങളിലും ഉദയനിധി സ്റ്റാലിൻ മറുപടി നൽകിയത്. ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ നാഗരികതയിൽപ്പെട്ട നമ്മളെ അപരിഷ്കൃതരെന്ന് വിളിച്ച് അപമാനിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി പാർലമെന്റിൽ തന്റെ രോഷം പ്രകടിപ്പിച്ചു. തമിഴ്നാട് എംപിമാരെ കുറിച്ചുള്ള ഇത്തരം പരാമർശങ്ങൾ അവരെ തിരഞ്ഞെടുത്ത ജനങ്ങളെ അപമാനിക്കുന്നതാണ്. ദ്രാവിഡ നാഗരികതയുടെ പൗരാണികത അദ്ദേഹത്തിന് അറിയില്ല. നമ്മുടെ നാഗരികതയുടെ ചരിത്രം അദ്ദേഹത്തിന് അറിയില്ലായിരിക്കാം. പക്ഷേ കഴിഞ്ഞ നൂറ്റാണ്ടിലെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രം അറിയാമായിരുന്നുവെങ്കിൽ അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുമായിരുന്നില്ല. ഡൽഹിയിൽ നിന്ന് ഭരിക്കുന്നതിനാൽ അദ്ദേഹം നമ്മളെക്കാൾ മുകളിലാണെന്ന് കരുതുന്നു. ദേശീയ വിദ്യാഭ്യാസ നയം മുഴുവനായും അംഗീകരിക്കാൻ ആളുകളെ ഭീഷണിപ്പെടുത്തുകയോ നിർബന്ധിക്കുകയോ ചെയ്യുന്നതും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭീഷണിക്ക് വഴങ്ങുന്നില്ലെങ്കിൽ ദേഷ്യത്തോടെ സംസാരിക്കുന്നതും അദ്ദേഹത്തിന്റെ പദവിക്ക് ഒരിക്കലും യോജിച്ചതല്ല എന്നായിരുന്നു ഉദയനിധി തുറന്നടിച്ചത്. DMK സത്യസന്ധതയില്ലാത്തവരാണ്. അവർക്ക് തമിഴ്നാട്ടിലെ വിദ്യാർത്ഥികളോട് പ്രതിബദ്ധതയില്ല. അവർ തമിഴ്നാട്ടിലെ വിദ്യാർത്ഥികളുടെ ഭാവി നശിപ്പിക്കുകയാണ്. ഭാഷാ തടസ്സങ്ങൾ ഉയർത്തുക എന്നതാണ് അവരുടെ ഒരേയൊരു ജോലി. അവർ രാഷ്ട്രീയം കളിക്കുന്നു, ദുഷ്ടത ചെയ്യുന്നു. അവർ ജനാധിപത്യ വിരുദ്ധരാണ് എന്നായിരുന്നു ധർമ്മേന്ദ്ര പ്രധാൻ സഭയിൽ പറഞ്ഞത്. പിന്നാലെ വലിയ വിമർശനമാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത്. കേന്ദ്രമന്ത്രിയുടെ പരാമർശത്തിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധം ഉയർത്തിയതോടെ ഏകദേശം 30 മിനിറ്റോളം സഭ പിരിഞ്ഞു. അതിനിടെ കേന്ദ്രമന്ത്രിയുടെ വിമർശനത്തിന് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ മറുപടി നൽകി. സ്വയം രാജാവാണെന്നാണ് കേന്ദ്രമന്ത്രി കരുതുന്നതെന്നാണ് MK സ്റ്റാലിൻ പരിഹസിച്ചത്. നിങ്ങൾ തമിഴ്നാട്ടിലെ ജനങ്ങളെ അവഹേളിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് അംഗീകരിക്കുന്നുണ്ടോ? ഞങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പദ്ധതികൾ നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടില്ല. ആർക്കും ഞങ്ങളെ നിർബന്ധിക്കാൻ സാധിക്കുകയും ഇല്ല എന്ന് സ്റ്റാലിൻ എക്സിൽ കുറിച്ചു. ത്രിഭാഷാ നയം നടപ്പിലാക്കിയില്ലെങ്കിൽ തമിഴ്നാടിന് ആവശ്യമായ വിദ്യാഭ്യാസ ഫണ്ട് നൽകില്ലെന്ന ധർമ്മേന്ദ്ര പ്രധാന്റെ ഭീഷണിയെക്കുറിച്ചും പ്രധാനമന്ത്രി മറുപടി പറയണമെന്ന് സ്റ്റാലിൻ പറഞ്ഞു. തമിഴ്നാട്ടിലെ വിദ്യാർത്ഥികൾക്കുള്ള ഫണ്ട് ഞങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതിയിൽ നിന്നും അനുവദിക്കാൻ കഴിയുമോ എന്നും സ്റ്റാലിൻ ചോദിച്ചു. അതിനിടെ ത്രിഭാഷാ നയം എതിർക്കുന്ന DMKയെ വിമർശിച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ള കൂടുതൽ BJP നേതാക്കൾ രംഗത്ത് വന്നു. സമ്പന്ന കുടുംബങ്ങളിൽ പെടുന്ന വിദ്യാർത്ഥികൾക്ക് 3 ഭാഷ പഠിക്കാൻ കഴിയുമെന്നിരിക്കെ ദരിദ്ര വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് 3 ഭാഷ പഠിക്കാനുള്ള അവകാശം നിഷേധിക്കുന്ന DMK നിലപാട് അംഗീകരിക്കാനാകില്ലെന്ന് മുൻ തമിഴ്നാട് ഗവർണർ ശോഭാ കരന്തലച്ചെ തുറന്നടിച്ചുകൊണ്ട് പറഞ്ഞു.